കോൺഗ്രസിലെ പക്വതയുടെ മുഖമാണ് സണ്ണി ജോസഫ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കെപിസിസി അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേറ്റ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാക്കുകളിലെ അച്ചടക്കവും വാക്കുകളിലെ തെളിമയും വാക്കുകളിലെ ആഴവുമാണ് സണ്ണി ജോസഫിനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നിയമസഭയിൽ ഒരു സങ്കീർണമായ പ്രശ്നം അവതരിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ പറയും സണ്ണി വക്കീലെ എന്ന് വിളിക്കും. അദ്ദേഹം ഏത് സങ്കീർണമായ പ്രശ്നമാണെങ്കിലും അതിമനോഹരമായ ആഴത്തിൽ അത് അവതരിപ്പിക്കും. തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള സംഘടനാ ബോധ്യമുള്ള ഒരാളാണ് അദ്ദേഹം. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ചെയർമാനിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ 77 സിൻഡിക്കേറ്റ് അംഗം, പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, സഹകരണ മേഖലയിൽ UDF-നെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ സണ്ണി ജോസഫിന് കഴിയുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള 100% ശുഭപ്രതീക്ഷ നമുക്ക് എല്ലാവർക്കുമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. പുതിയ നേതൃത്വം ചുമതല ഏറ്റെടുക്കുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ കാലത്താണെന്ന് രമേശ് ചെന്നിത്തല. കെ സുധാകരൻ കൈവരിച്ച നേട്ടങ്ങൾ തുടരാൻ പുതിയ നേതൃത്വത്തിന് കഴിയട്ടെയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പാർട്ടിക്ക് ശക്തമായ നേതൃത്വം നൽകിയുണ്ടായി. അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ച പോലെ ധാരാളം നേട്ടങ്ങൾ പാർട്ടിക്ക് കഴിഞ്ഞ 4 വർഷക്കാലം ഉണ്ടായി എന്നുള്ള വസ്തുതയാണ്. ആ നേട്ടങ്ങളുടെ പരമ്പര പിന്തുടർന്നുകൊണ്ട് പുതിയ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിനും സഹപ്രവർത്തകർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായി ആശംസിക്കാനുള്ളത്. കോൺഗ്രസിൽ ഇനി വരാൻ പോകുന്നത് സണ്ണി ഡേയ്സ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. സണ്ണി ജോസഫ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രതിനിധി മാത്രമല്ല, കോൺഗ്രസിന്റെ മുഴുവൻ പ്രതിനിധിയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു പാർട്ടിക്ക് വേണ്ടത് അതാണ്. സണ്ണി ഡേയ്സ് വരുന്നതോടുകൂടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ നമുക്ക് സാധിക്കും. കോൺഗ്രസിന്റെ ആശയങ്ങൾ താഴെത്തട്ടിൽ എത്തിക്കേണ്ടത് ഓരോ പ്രവർത്തകന്റെയും ഉത്തരവാദിത്തമാണെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. കേരളത്തിൽ UDF-നുണ്ടായിരുന്ന പൂർവ്വകാല പ്രൗഢിയിലേക്ക് തിരിച്ചെത്തുമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. It is not easy to fight LDF and to fight the communal forces in Kerala. But I am sure if each and everyone here we promise today that we will fight to get justice and we will fight to spread love, we will definitely change the LDF here in Kerala and we will come into power. We have our mission.